ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, റമദാനും നോമ്പും നമ്മുടെ ദുആയും എത്രമാത്രം പരസ്പര പൂരകങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നാം ഉണർത്തുകയുണ്ടായി. റമദാൻ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ അയാളുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 എന്ന് പറയുന്നത് പൂർവീകരായ സഹാബത്തും സലഫു സാലിഹുകളുമെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കാറുണ്ടായിരുന്നു. ആ മഹനീയമായ അശറുൽ അവാഖിർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ രാവുകൾ ഏറ്റവും ശ്രേഷ്ഠകരമായി മാറുന്നത് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പ്രത്യേകമായ രാവ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അവസാനത്തെ 10 ഒറ്റയായ രാവുകളിലാണ്. അത് 21-ാം രാവിലായിരിക്കാം, 23-ലാകാം, 25-ലുമാകാം. 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം. 29-ാം രാവിലും ആയിരിക്കാം ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരുടെയും സ്വഭാവമായിരുന്നു. ഇദാ ദഖലൽ അശറുൽ അവാഖിർ, അവസാനത്തെ 10 സമാഗതമായാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷദ്ദൽ മിഅ്സറ, തൻ്റെ മിഅ്സർ അരയുടുപ്പ് ഭദ്രമായി കെട്ടിയെടുക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ അനുയായികളെയും ബന്ധുക്കളെയും ആശ്രിതരെയും അവിടുന്ന് വിളിച്ചുണർത്തുന്നു. വജദ്ദ, അതുപോലെ തന്നെ ധാരാളമായി ആരാധനകളെ കൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൈലത്തുൽ ഖദറിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായ രാവാണ് ലൈലത്തുൽ ഖദർ. 1000 ഏകദേശം 83 വർഷം പുണ്യം ചെയ്ത അത്രയും നന്മകൾ നേടിയെടുക്കുവാൻ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു രാവിൽ അധ്വാനിച്ചാൽ മതിയെന്ന് പ്രവാചകനും പരിശുദ്ധ ഖുർആനും ഉണർത്തുന്നു. മഹദി ആയിഷ ബീവി പ്രവാചക തിരുമേനിയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്താണ് പ്രത്യേകം ദുആ ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവർ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നാഥാ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നവൻ ഇഷ്ടപ്പെടുന്നു, മാപ്പ് നൽകണേ എന്ന് നിരന്തരം ദുആ ഇരക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദറിൻ്റെ ദിവസത്തിൽ നാം ഓരോരുത്തരും പരമാവധി ദുആ ചെയ്യുക, ആരാധനകളെ കൊണ്ട് രാത്രിയെ സജീവമാക്കുക, ഖുർആൻ പാരായണത്തെ കൊണ്ട് നമ്മൾ ആ രാത്രിയെ ധന്യമാക്കുക. അങ്ങനെ ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠതകൾ നേടിയെടുക്കുന്ന മഹത്തുക്കളിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.